വാട്ട് എ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ഇറ്റ് ഹാസ് ബീൻ. ഇതിന് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് വേഴ്സസ് സെനഗൽ ഗെയിം, അതിൽ എംബാപ്പയുടെ 2 കിടിലൻ ഗോളുകൾ. അത് കഴിഞ്ഞ് എംബാപ്പയുടെ ഇത് കോമ്പറ്റീറ്റർ എന്ന് വിളിക്കുന്ന ഇത് വൈക്കിംഗ് എന്നൊക്കെ വിളിക്കുന്ന ഹാലൻഡ് ഒന്ന് 2 കിടിലൻ ഗോൾ അടിക്കണു. അതിന് ശേഷം വേൾഡിനെ തന്നെ നെട്ടിച്ച രീതിയിലുള്ള മെസ്സിയുടെ ഫസ്റ്റ് ഹാട്രിക്ക്, അതും ഫസ്റ്റ് കളിയിൽ കിടിലം ടിപ്പിക്കൽ മെസ്സി ഗോളുകൾ. അത് കഴിഞ്ഞ് പിന്നെ ഈ സൈക്കിൾ റിപ്പീറ്റ് ആവാണ്. അതായത് ഹാലൻഡ് എംബാപ്പെ 2 ഗോൾ അടിക്കുന്നു. എംബാപ്പയുടെ ഒക്കെ കിടിലൻ ലെഫ്റ്റ് ഫുട്ടർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മെസ്സി വന്നിട്ട് ക്ലോസയുടെ റെക്കോർഡ് അങ്ങോട്ട് വെട്ടിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അപ്പുറത്ത് വേറൊരാളിനെ ഭയങ്കര ഹെയ്റ്റും ഭയങ്കര ലൈക്ക് പുള്ളിയുടെ ഏറ്റവും വലിയ റൈവലായിട്ടുള്ള ആൾ ഇത്രയും നല്ല രീതിയിൽ എക്സൽ ചെയ്യുമ്പോൾ റൈവൽ ഫാൻസ് എന്തായാലും ആളെ ഇതാക്കാതിരിക്കില്ല. പുള്ളിക്ക് അല്ലെങ്കിൽ മീഡിയ ഹെയ്റ്റുള്ള ഒരാളാണ്. ഇതിൽ മീഡിയ ആളിട്ടിട്ട് ഇങ്ങനെ ഇതാക്കുന്നു. ആൾ ഏജ്ഡായി, ആളെ സബ് ചെയ്യണം, ആൾക്ക് ഇതില്ല. ഇബ്രാഹിമോവിച്ചൊക്കെ വന്നിട്ട് പറയാണ് ലൈക്ക് ആൾ മൈൻഡിൽ മാത്രമാണ് നമ്പർ 1, ആളുടെ ബോഡി കൊണ്ട് കേടില്ല എന്നൊക്കെ രീതിയിൽ പറയാണ്. ഇതിനൊക്കെ മറുപടി ആയിട്ട് ഇന്നലത്തെ കളിയിൽ പുള്ളി 2 ഗോൾ അടിക്കുകയാണ്. ആൾ അടിച്ചുവിടാൻ ഫസ്റ്റ് പറഞ്ഞ സംഭവം അതാണ്, ഐ ആം ബാക്ക്. എന്താ അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് കപ്പിൻ്റെ മറ്റേ ഗ്രൂപ്പ് സ്റ്റേജ് കളി പോലും കഴിഞ്ഞിട്ടില്ല. റിയലി എക്സൈറ്റഡ് അബൌട്ട് ദിസ് വേൾഡ് കപ്പ്.